ഇനി ആരാകും അടുത്ത മാർപ്പാപ്പ? കാത്തിരിക്കുന്നത് തുടർച്ചയോ മാറ്റമോ? സാധ്യതാ പട്ടികയിൽ ഇടം നേടിയവര് ആരൊക്കെ? 2025 പേപ്പൽ കോൺക്ലേവ് ഒറ്റനോട്ടത്തിൽ. തിരഞ്ഞെടുക്കുന്നത് റോമിന്റെ ബിഷപ്പിനെയും മാർപ്പാപ്പ എന്ന നിലയിൽ ലത്തീൻ സഭയുടെയും ആഗോള കത്തോലിക്ക സഭയുടെയും മെത്രാൻ സംഘത്തിന്റെയും തലവനെയാണ്. ഈ സുപ്രധാന പദവികളിലേക്ക് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് കർദിനാൾമാരാണ്. നിലവിൽ 252 കർദിനാൾമാരാണുള്ളത്. ഇത്തവണ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വോട്ടവകാശമുള്ളത് 80 വയസ്സിൽ താഴെ പ്രായമുള്ള 135 പേർക്കാണ്. ആരോഗ്യ കാരണങ്ങളാൽ 2 പേർ മാറി നിൽക്കും. അവരെ ഒഴിവാക്കിയാൽ 133 പേർ. വോട്ടവകാശമില്ലാത്തവർ 117. വോട്ടവകാശമുള്ളവരുടെ ഭൂഖണ്ഡങ്ങൾ പരിശോധിച്ചാൽ യൂറോപ്പിൽ നിന്നും 51 പേർ, ഏഷ്യയിൽ നിന്നും 23 പേർ, ആഫ്രിക്കയിൽ നിന്ന് 18 പേർ, വടക്കേ അമേരിക്കയിൽ നിന്ന് 20 കർദിനാൾമാർ പങ്കെടുക്കുമ്പോൾ തെക്കേ അമേരിക്കയിൽ നിന്ന് 17 പേർ. ഏറ്റവും കുറവ് ഓഷ്യാനിയയിൽ നിന്ന് 4 പേരാണ്. കർദിനാൾമാരുടെ എണ്ണം പരിശോധിച്ചാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ച കർദിനാൾമാരാണ് വോട്ടവകാശമുള്ളവരിൽ ഭൂരിപക്ഷവും. 135 പേരിൽ 108 പേരെ നിയമിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 22 പേരെ ബെനഡിക്ട് 16 മാർപ്പാപ്പ നിയമിച്ചപ്പോൾ 5 പേരെ നിയമിച്ചത് ജോൺ പോൾ 2 പാപ്പയാണ്. വോട്ടവകാശമുള്ളവരെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചാൽ 59 വയസ്സിന് താഴെ പ്രായമുള്ളവർ 15 പേർ. ഏറ്റവും പ്രായം കുറവ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള കാർഡിനൽ മൈക്കോള ബിച്ചോക്ക് 45 വയസ്സാണ്. 60 മുതൽ 69 വരെ പ്രായമുള്ളവർ 43 പേർ. 70 മുതൽ 79 വയസ്സിനിടയിൽ പ്രായമുള്ളവർ 75 പേർ. വോട്ടെടുപ്പിൽ 2/3 ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെടുന്നയാളാണ് അടുത്ത മാർപ്പാപ്പയായി നിയമിതനാവുക. ആര് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമെന്നത് പ്രവചനാതീതമാണ്. പ്രവചനങ്ങൾ തെറ്റിപ്പോകുന്നത് സ്വാഭാവികമാണ്. വോട്ടവകാശമുള്ള കർദിനാൾമാരിൽ ഏറ്റവും സാധ്യതയുള്ളവരെ പാപ്പാബിലെ എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ വിളിക്കുക. വോട്ടവകാശമുള്ള കർദിനാൾമാരുടെ എണ്ണമെടുത്താൽ കൂടുതൽ കർദിനാൾമാരും യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ളവരാണ്. 53 കർദിനാൾമാർ ഉണ്ടെങ്കിലും 51 പേരാണ് ഇത്തവണ പങ്കെടുക്കുക. ഇറ്റലിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കർദിനാൾമാർ ഉള്ളത്, 17 പേർ. ഫ്രാൻസിൽ നിന്ന് 5 പേർ. പോർച്ചുഗൽ, സ്പെയിൻ, പോളണ്ട് എന്നീ ഓരോ രാജ്യങ്ങളിൽ നിന്നും 4 പേർ വീതം. ബ്രിട്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും 2 പേർ വീതം. ബെൽജിയം, ബോസ്നിയ, ക്രൊയേഷ്യ, ഹംഗറി, ലിത്വാനിയ, ലക്സംബർഗ്, മാൾട്ട, നെതർലൻഡ്, സെബിയ, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഓരോരുത്തരും വീതമാണുള്ളത്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിശ്വസ്തനായ പിയത്രോ പരോളിനാണ് ഏറ്റവും മുന്നിൽ. 70 വയസ്സുള്ള പിയത്രോ പരോളിൻ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. റോമൻ കൂരിയ പരിഷ്കരിക്കുവാൻ മാർപ്പാപ്പയോടൊപ്പം നിന്ന ഇറ്റലിക്കാരൻ. വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചയാൾ എന്നിങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട് പിയത്രോ പരോളിന്. സ്വവർഗ അനുരാഗികളുടെ വിവാഹത്തെ മനുഷ്യവർഗത്തിന്റെ പതനം എന്ന് വിശേഷിപ്പിച്ച കർദിനാൾ പിയട്രോ പരോളിൻ ധാർമ്മിക വിഷയങ്ങളിൽ യാഥാസ്ഥികനാണ്. നയതന്ത്ര പശ്ചാത്തലമുള്ള ഇറ്റലിക്കാരൻ മത്തിയോ സുപ്പിയാണ് സാധ്യതാ പട്ടികയിലുള്ള രണ്ടാമത്തെയാൾ. യുക്രൈൻ യുദ്ധത്തിൽ മാർപ്പാപ്പയുടെ സന്ദേശവാഹകനായിരുന്നു ഇറ്റലിയിലെ ബൊളോഞ്ഞോ മെത്രാപ്പോലിത്തയായ ഇദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ പ്രോട്ടോകോളിലും ചട്ടങ്ങളിലും വിശ്വാസമില്ലാത്ത മത്തിയോ സുപ്പി ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് കൂടിയാണ്. കുടിയേറ്റക്കാർക്കും ദരിദ്രർക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന കർദിനാൾ ലാളിത്യവും അനാഡംബരതയും കൈമുതലാക്കിയ വ്യക്തിയാണ്. മൂന്നാമതായി 66 വയസ്സ് പ്രായമുള്ള ജോൺ മാർക്ക് അവലിനാണ് പട്ടികയിലുള്ളത്. ഫ്രാൻസിലെ മാഴ്സസെ മെത്രാപ്പോലിത്തയായ ഇദ്ദേഹം ജനകീയനും നർമ്മഭാഷിയുമാണ്. 2023 മാഴ്സയിൽ നടന്ന അന്തർദേശീയ മെഡിറ്ററേറിയൻ കോൺഫറൻസിന്റെ മുഖ്യ സംഘാടകനും കർദിനാൾ ജോൺ മാർക്ക് ആയിരുന്നു. 14-ാം നൂറ്റാണ്ടിനു ശേഷം ഫ്രാൻസിൽ നിന്നും മാർപ്പാപ്പ ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. 79 വയസ്സുള്ള കർദിനാൾ യുവാൻ ഹോസെ ഒമേയ സാധ്യതാ പട്ടികയിലുള്ള മറ്റൊരാളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നയങ്ങൾ തുടരുമെന്ന് ഉറപ്പുള്ളയാളാണ് സ്പെയിനിലെ ബാഴ്സലോണ ആർച്ച് ബിഷപ്പായ കർദിനാൾ ഒമേയ. സാമൂഹ്യ നീതിക്ക് വേണ്ടി വാദിക്കുന്ന തികഞ്ഞ അജപാലകനും ലളിത ജീവിതത്തിന്റെ പ്രയോക്താവുമാണ്. കർദിനാൾ മാരിയോ ഗ്രഹ് മെത്രാന്മാരുടെ സിനഡിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന മാൾട്ട സ്വദേശിയാണ്. യാഥാസ്ഥിതിക നിലപാടിൽ നിന്ന് പുരോഗമനവാദിയായി മാറിയ 68 വയസ്സുള്ള കർദിനാൾ മാരിയോയും പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ലക്സംബർഗിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജീൻ ക്ലോദാണ് പട്ടികയിലുള്ള അടുത്തയാൾ. കഴിഞ്ഞ വർഷം നടന്ന സിനഡിൽ സുപ്രധാന സ്ഥാനം ഇദ്ദേഹം വഹിച്ചിരുന്നു. യൂറോപ്യൻ മെത്രാൻ സമിതിയുടെ കമ്മീഷൻ ചെയർമാനും വിവിധ ചിന്താധാരകളെ സമന്വയിപ്പിക്കുന്നതിലും ഇദ്ദേഹം സമർത്ഥനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രീതികളിൽ നിന്നും
വ്യത്യസ്തമായ ചിന്താഗതിയുള്ളയാളാണ് പീറ്റർ എർദോ. 72 വയസ്സുള്ള കർദിനാൾ പീറ്റർ എർദോ ഹംഗറിയിലെ ആർച്ച് ബിഷപ്പാണ്. യാഥാസ്ഥിതികനാണെങ്കിലും പുരോഗമന ആശയക്കാരുമായും നല്ല അടുപ്പം ഇദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. ഹംഗേറിയൻ പ്രസിഡന്റിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളെ പിന്തുണയ്ക്കുന്ന കർദിനാൾ പീറ്റർ എർദോ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിമർശകരായ കർദിനാൾമാരിൽ ഏറ്റവും സ്വീകാര്യനാണ്. യൂറോപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കർദിനാൾമാരുള്ളത് ഏഷ്യയിൽ നിന്നാണ്. 17 രാജ്യങ്ങളിൽ നിന്നായി 23 കർദിനാൾമാർ. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് 4 പേർ. 2ാം സ്ഥാനം ഫിലിപ്പീൻസിനാണ്. 3ാം സ്ഥാനം ജപ്പാൻ. ജപ്പാനിൽ നിന്നുള്ളത് 2 കർദിനാൾമാരാണ്. ചൈന, ഈസ്റ്റ് തിമോർ, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്, ജെറുസലേം, കൊറിയ, മലേഷ്യ, മംഗോളിയ, മ്യാൻമർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഓരോരുത്തർ വീതം. ഏഷ്യയിൽ നിന്നുള്ള പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവർ ലൂയിസ് ആന്റോണിയോ താഗ്ലെയും പിയർ ബത്തിസ്ത പിറ്റ്സബെല്ലയുമാണ്. 67 വയസ്സ് പ്രായമുള്ള കർദിനാൾ ലൂയിസ് ആന്റോണിയോ താഗ്ലെ ഏഷ്യൻ ഫ്രാൻസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിലെ മുൻ ആർച്ച് ബിഷപ്പായിരുന്നു കർദിനാൾ ലൂയിസ്. നിലവിൽ സുവിശേഷവൽക്കരണത്തിനായുള്ള കാര്യാലയത്തിന്റെ തലവനാണ് കർദിനാൾ ലൂയിസ്. ജെറുസലേം ലത്തീൻ പാത്രിയാർക്കീസ് ആയിട്ടുള്ള പിയർ ബത്തിസ്ത പിറ്റ്സബെല്ല ഏഷ്യയിൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു സാധ്യതയാണ്. ഇറ്റലിക്കാരനായ ഇദ്ദേഹം മതാന്തര സംവാദത്തിന്റെ വക്താവ് കൂടിയാണ്. ഇന്ത്യക്കാരനും മലയാളിയുമായ കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ പേരും സാധ്യതാ പട്ടികയിൽ ഉണ്ട്. മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്റ്റായാണ് കൂവക്കാട് പിതാവ് നിലവിൽ സേവനമനുഷ്ഠിക്കുന്നത്. എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്കയാണ്. 8 രാജ്യങ്ങളിൽ നിന്നായി 20 കർദിനാൾമാർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നും 10 പേർ. കാനഡയിൽ നിന്നും 4 പേർ. ക്യൂബ, ഗ്വാട്ടിമാല, ഹെയ്ത്തി, മെക്സിക്കോ, നിക്കറാഗോ എന്നീ രാജ്യങ്ങളിൽ നിന്നായി ഓരോരുത്തർ വീതം. സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ നിലവിൽ കമർലിംഗോ സ്ഥാനം വഹിക്കുന്ന കർദിനാൾ കെവിൻ ജോസഫ് ഫാരലും കർദിനാൾ ജോസഫ് ടോബിനുമാണ്. 77 വയസ്സുള്ള കർദിനാൾ കെവിൻ ഫാരൽ അൽമായർക്കും കുടുംബത്തിനും ജീവിതത്തിനുമുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കൂടിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിശ്വസ്തനാണ് കർദിനാൾ കെവിൻ ഫാരൽ. അമേരിക്കയിലെ നെവാർക്ക് അതിരൂപത അധ്യക്ഷനാണ് ജോസഫ് ടോബിൻ. സഭാ നവീകരണത്തിന്റെ വക്താവ് എന്ന നിലയിലും സഭയിലെ വിവാദങ്ങളിൽ സുതാര്യതയ്ക്കും നീതിക്കും വേണ്ടി നിലകൊണ്ടു എന്ന നിലയിലും 72 വയസ്സുള്ള കർദിനാൾ ജോസഫ് ടോബിൻ സ്വീകാര്യനാണ്. തെക്കേ അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾമാരുടെ എണ്ണമെടുക്കുകയാണെങ്കിൽ 8 രാജ്യങ്ങളിൽ നിന്നായി ആകെ 17 കർദിനാൾമാർ. അർജന്റീനയിൽ നിന്നും 4 പേർ. ബ്രസീലിൽ നിന്നും 7 പേർ. ഇക്വഡോറിൽ നിന്നും 2 പേർ. ചിലി, കൊളംബിയ, പെറു, ഉറുഗ്വൈ, പാരാഗ്വൈ എന്നിവിടങ്ങളിൽ നിന്നായി ഓരോരുത്തർ വീതം. വിശ്വാസ പ്രമാണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ആണ് സാധ്യത പ്രവചിക്കപ്പെടുന്നവരിൽ ഒന്നാമൻ. അർജന്റീനക്കാരനായ 62 വയസ്സുള്ള കർദിനാൾ വിക്ടർ മാനുവലും കാർഡിനൽ ഡീക്കൺ പദവിയാണ് ഉള്ളത്. ആഫ്രിക്കൻ ഭൂഖണ്ഡം പരിശോധിച്ചാൽ 17 രാജ്യങ്ങളിൽ നിന്നായി 18 കർദിനാൾമാർ. ഐവറി കോസ്റ്റ് ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും ഓരോ കർദിനാൾമാർ വീതമാണ് ഉള്ളത്. ആഫ്രിക്കയിൽ നിന്ന് ഏറ്റവും സാധ്യതയുള്ള കർദിനാളാണ് കർദിനാൾ ഫ്രീഡോളിംഗ് അംബാംഗോ ബെസുങ്ങു. നിലവിൽ റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ കിൻഷാസ ആർച്ച് ബിഷപ്പാണ് കർദിനാൾ ബെസുങ്ങു. സ്വവർഗാനുരാഗത്തെക്കുറിച്ചുള്ള പാശ്ചാത്യ നിലപാടുകൾ ഇതര രാജ്യങ്ങൾക്കുമേലുള്ള സാംസ്കാരിക അധിനിവേശമായി മാറരുതെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 76 വയസ്സുള്ള പീറ്റർ കോദോ അപ്യ ടക്സണും ആഫ്രിക്കയിൽ നിന്നുള്ള പട്ടികയിലുണ്ട്. സാമൂഹ്യനീതി, മനുഷ്യാവകാശം, ലോകസമാധാനം എന്നീ വിഷയങ്ങളിൽ നിപുണനാണ് കർദിനാൾ പീറ്റർ. ആഫ്രിക്കയിലെ ഗാന സ്വദേശിയാണ് കർദിനാൾ. അവസാനത്തെ ഭൂഖണ്ഡമായ ഓഷ്യാനിയയിൽ നിന്നാണ് ഏറ്റവും കുറവ് കർദിനാൾമാർ ഉള്ളത്. ഓസ്ട്രേലിയ, പാപ്പുവ ന്യൂഗിനിയ, ന്യൂസിലാൻഡ്, ടോങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നായി ആകെ 4 പേർ. 4 പേരെയും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ തിരഞ്ഞെടുത്തതാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. 63കാരനായ ടോങ്കോയിലെ സോനെ പറ്റിറ്റ പൈനി മാഫിയാണ് ഓഷ്യാനിയയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധ്യതയുള്ളത്. 133 പേരിൽ ആരും തിരഞ്ഞെടുക്കപ്പെടാം. തിരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം കിട്ടുന്നയാൾ സഭാ തലവനാകും. പട്ടികയിലുള്ളവരെ സംഗ്രഹിച്ചാൽ ആകെ 10 പേർ. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ, ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് കർദിനാൾ മത്തയോ സുപ്പി, ഫ്രാൻസിലെ മാർസ മെത്രാപോലിത്ത കർദിനാൾ ജോൺ മാർക്ക് അവലിൻ, മെത്രാൻമാരുടെ സിനഡിന്റെ സെക്രട്ടറി കർദിനാൾ മാരിയോ ഗ്രഹ്, ലക്സംബർഗ് ആർച്ച് ബിഷപ്പ് ജോൺ ക്ലോത്ത്, ആഫ്രിക്കയിൽ നിന്നുള്ള കർദിനാൾ ഫ്രീഡോളിൽ ബെസുങ്ങു, സുവിശേഷവൽക്കരണത്തിനായുള്ള കാര്യാലയത്തിന്റെ തലവൻ കർദിനാൾ ലൂയിസ് ആന്റോണിയോ താഗ്ലെ, ജെറുസലേം പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബത്തിസ്ത പിറ്റ്സബെല്ല, നെവാർക്ക് അതിരൂപത അധ്യക്ഷൻ കർദിനാൾ ജോസഫ് ടോബിൻ, കമർലിംഗോ ജോസഫ് ഫാരൽ എന്നിവരാണ് അവസാന പട്ടികയിലുള്ളത്.
ഒരു പട്ടികയിലും പെടാത്തവരും മാർപ്പാപ്പയായ ചരിത്രമുണ്ട്. അന്തിമമായി ദൈവികമായ ഒരു തിരഞ്ഞെടുപ്പാണ് മാർപ്പാപ്പയുടേത്. ആ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്നോളമുള്ള സഭയുടെ ചരിത്രവും അതുതന്നെയാണ്. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർദിനാൾമാരിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതിനും ദൈവനിവേശിതമായ തിരഞ്ഞെടുപ്പ് നടക്കുവാനും. നന്ദി.